പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു കച്ചിത്തുരുമ്പാണ്. കാരണം പലപ്പോഴും രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ പിമാരുടെ പിന്തുണയിലാണ്. കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ പാർലമെന്റിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരികയാണെങ്കിൽ ചുറ്റും മലയാളി പിമാരാണ് ഉണ്ടാവുക. അപ്പോൾ രാഹുലിനെ ശരിക്കും ഈ രീതിയിലാക്കി ഒരു കോമഡി കഥാപാത്രമാക്കി മാറ്റിയതിൽ മലയാളി പിമാർക്കും അതുകൂടാതെ തന്നെ KC വേണുഗോപാലിനൊക്കെ ഒരു വലിയ പങ്കുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ രാഹുൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തോൽവി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് 2019 വയനാട്ടിലേക്ക് വരുന്നത്. അന്ന് വയനാട്ടിൽ വന്ന് മത്സരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലോക്സഭയിൽ പോലും എത്താൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു ട്രാജഡി കോൺഗ്രസിനെ ബാധിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കേരളം ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ പോലും രാഹുലിന് പഴയ ഒരു പിന്തുണ ഇപ്പോൾ ഇല്ല എന്നതൊരു വസ്തുതയാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കാരണം ഈ മനുഷ്യന് ഒരു ആംബിയർ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇയാൾ ഒരു പരാജയമാണെന്നുള്ള ഒരു ധാരണ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുണ്ട്, നിഷ്പക്ഷരായുള്ള ആളുകൾക്കുണ്ട്. ഈവൻ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ അങ്ങനെ ഒരു വിചാരവും വികാരവും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ പുറത്തു പറയുന്നില്ല എന്ന് മാത്രം.